നമസ്കാരം. ഇന്നലെ രാജ്യം കേട്ടത് രാജ്യത്തിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. മറ്റാരുമല്ല ആ വാർത്ത പുറത്തുവിട്ടത് നമ്മുടെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി, ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ആ വാർത്ത പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്ന ഒരു അവസരത്തിലായിരുന്നു അത്. ഇന്നലെ ട്രംപ് നമ്മുടെ രാജ്യത്തിനെതിരെ, ഇന്ത്യക്കെതിരെ ടാരിഫ് ചുമത്തുമെന്ന് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതുമാത്രമല്ല, ഇന്ത്യൻ എക്കണോമിയെ ഇത് സാരമായി ബാധിക്കുമെന്നും ഇപ്പോഴുള്ള ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമിയാണെന്ന് ട്രംപ് പറയുകയുണ്ടായി. ട്രംപ് പറയുന്ന യഥാർത്ഥത്തിൽ കാരണം ട്രംപിന്റെ നിർദ്ദേശങ്ങൾ, തിട്ടൂരങ്ങളൊന്നും ഇന്ത്യ അനുസരിക്കാതിരുന്നതിന്റെ ബാക്കി പത്രമാണ്. റഷ്യയും യുക്രൈനുമായുള്ള ഒരു യുദ്ധം നിർത്താൻ ട്രംപ് വളരെ നാളുകളായി ശ്രമിച്ചു വരുന്നു. പക്ഷേ ട്രംപിന് അത് സാധിക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല, ലോകത്തിലെ പ്രസിഡന്റായി വാഴുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപിന്റെ മാനസികമായ അവസ്ഥ വളർന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ചൈനയ്ക്കെതിരെയും ഇന്ത്യക്കെതിരെയും ബ്രസീലിനെതിരെയും, ഈ മൂന്ന് രാജ്യങ്ങളും റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളാണ്. അതേപോലെ തന്നെ ആ റഷ്യയിൽ നിന്നും ഓയിലും നാച്ചുറൽ ഗ്യാസും വാങ്ങുന്ന ഈ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും അതുവഴി റഷ്യയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ട്രംപ് ഇനി അവതരിപ്പിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ് ട്രംപിനെ കുറിച്ച് അറിയാവുന്നവർ എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ട്രംപിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത്, വളരുന്ന എക്കണോമിയായ ഇന്ത്യയെ ട്രംപ് പറയുന്നത് ഡെഡ് എക്കണോമി എന്നാണ്. അത് മാത്രമല്ല, ടാരിഫ് കൂട്ടുമ്പോൾ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഉലച്ചിൽ വരുമെന്നും ഇന്ത്യയുടെ വ്യാവസായിക രംഗത്ത് അത് സാരമായി ബാധിക്കുമെന്നുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ട്രംപ് ഇത് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ട്രംപ് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം, ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ രാജ്യമാണ് ഏറ്റവും വലുത്. എങ്ങനെയെങ്കിലും മറ്റു രാജ്യങ്ങളെ താത്തിക്കെട്ടി തന്റെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. പക്ഷേ ട്രംപിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്കൊന്ന് വായിച്ചെടുക്കാം. അദ്ദേഹം പറയുന്നതാണ്, എവ്രിബഡി നോസ് ദാറ്റ് ഇന്ത്യൻ എക്കണോമി ഈസ് എ ഡെഡ് എക്കണോമി. ഇന്ത്യയുടെ എക്കണോമി ഒരു ചത്ത എക്കണോമി, മരിച്ചുപോയ എക്കണോമി, മരിച്ചുകൊണ്ടിരിക്കുന്ന എക്കണോമിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അടുത്തുള്ള വാക്കുകളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട വാക്കുകൾ. ഐ ആം ഗ്ലാഡ് ദാറ്റ് പ്രസിഡന്റ് ട്രംപ് ഹാസ് സ്റ്റേറ്റഡ് എ ഫാക്ട്. പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ ഡെഡ് എക്കണോമി എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ത്യയുടെ എക്കണോമി, ഐ ആം ഗ്ലാഡ് ദാറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായും എനിക്ക് ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. പ്രസിഡന്റ് ട്രംപ് ഇതിനെ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു എന്ന്. ഇന്ത്യയുടെ എക്കണോമി തകർന്നതാണ് അല്ലെങ്കിൽ തകരുന്നതാണ് എന്ന് വേറൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പറയുമ്പോൾ അത് ഏറ്റുപിടിക്കുന്നത് ഇന്ത്യയുടെ ഒപ്പോസിഷൻ ലീഡറാണ്. ആ കാര്യം മറക്കരുത്. ഇന്ത്യയുടെ പ്രധാന പ്രതിപക്ഷത്തിന്റെ ഇന്ത്യൻ പാർലമെന്റിലെ ഒപ്പോസിഷൻ ലീഡറാണ് രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് ഇന്ത്യൻ എക്കണോമി ഈസ് എ ഡെഡ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? യാഥാർത്ഥ്യത്തിൽ ഒരു രാജ്യത്ത്, ഈ ഇന്ത്യയിൽ മാത്രമല്ല, ബ്രസീലിലും ചൈനയിലും മറ്റു രാജ്യങ്ങളിലും ഇതേപോലെയുള്ള ടാരിഫ് ഹൈക്കുകൾ ട്രംപ് നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ ബ്രസീലിലെ ജനങ്ങളും ചൈനയിലെ ജനങ്ങളും മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളും കാനഡയിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ട്രംപിന്റെ ഈ തിട്ടൂരത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റിനെതിരെ എന്ന രീതിയിൽ, യാഥാർത്ഥ്യത്തിൽ ഇന്ത്യ ഗവൺമെന്റിനെതിരെ മാത്രമാണോ, ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കെതിരെയാണ് ഈ ടാരിഫ് വർധനയും. അതേപോലെ ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമി ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അനുഭവിക്കാൻ പോകുന്നത്, അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് സാധാരണക്കാരുടെ ജനങ്ങളെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. യുദ്ധം നിർത്തുവാൻ പറഞ്ഞത് ട്രംപാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്? ട്രംപ് പറഞ്ഞ ഇൻഫർമേഷനാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്ന ഇന്ത്യയുടെ ഓപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നു, ഐ ആം ഗ്ലാഡ്, ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു. എന്താണ് കാരണം? ഇന്ത്യയുടെ ഡെഡ് എക്കണോമി ആണ് എന്ന് ട്രംപ് പറഞ്ഞത്. അപ്പൊ ടാരിഫ് ഹൈക്ക് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ വ്യാവസായിക രംഗം തകരുമ്പോൾ ആഹ്ലാദിക്കുന്നത് ആരാണ്? അതിന് ഉത്തരമായി നമ്മുടെ മറ്റൊരു കോൺഗ്രസിന്റെ നേതാവ് ഈ ശ്രീമാൻ ശശി തരൂർ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ യൂറോപ്യൻ യൂണിയനും UK-യും മറ്റ് രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുകയാണ്. ഇനി അമേരിക്കൻ വിപണി സാധ്യമല്ലെങ്കിൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടെ സാധ്യതകൾ മുതലെടുക്കണം. അവസരങ്ങളില്ലാത്ത അവസ്ഥ രാജ്യത്തിന് ഇല്ല. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം നമ്മൾ വിലമതിക്കുന്നു. എന്നാൽ അവർ യുക്തിരാഹിത്യം കാണിച്ചാൽ നമുക്ക് മറ്റു വഴികൾ തേടേണ്ടി വരും. ചൈനയെ പോലെ
കയറ്റുമതിയിൽ മാത്രം ഊന്നി നിൽക്കുന്ന, ഇല്ലെങ്കിൽ പ്രത്യക്ഷമായും കയറ്റുമതിയിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയല്ല ഇന്ത്യയുടേത്. ഇന്ത്യക്ക് വലിയ ഒരു ആഭ്യന്തര വിപണി ഉണ്ട് എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയിലെ ത്രെട്ടിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂർ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകളുടെ കൃത്യതയാണ്. അമേരിക്കയിലെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാഷ്ട്രമല്ല ഇന്ത്യ എന്നും മറ്റ് രാജ്യങ്ങളുടെ വ്യാവസായിക രംഗത്ത് ഇന്ത്യയുടേതായ കാൽപ്പാടുകൾ പതിപ്പിക്കാൻ പറ്റും എന്നും രാഹുൽ ഗാന്ധിക്ക് ഉത്തരമായി തന്നെയാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. രാഹുൽ ഗാന്ധിയേക്കാൾ 10 മടങ്ങ് വിവരവും വിദ്യാഭ്യാസവും അറിവും എക്കണോമിയും അറിയാവുന്ന ശശി തരൂർ പറയുമ്പോൾ നമ്മൾ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യം വരും. ഈ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആ രാജ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ചോദിച്ചത് എത്ര വിമാനങ്ങൾ ഇന്ത്യയുടെ വീണു എന്നാണ്. രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ ചോദിച്ചത് അത് തന്നെയാണ്. രാഹുൽ ഗാന്ധി ചോദിച്ചത് എത്ര വിമാനങ്ങൾ ഇന്ത്യയുടെ വീണു. അതിനു പകരം നമ്മുടെ ധീരരായ സൈനികർ പാകിസ്ഥാന്റെ എത്ര വിമാനങ്ങൾ വീഴ്ത്തി എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധിയുടെ മുഖത്തു നിന്നും അല്ലെങ്കിൽ നാവിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഈ ചോദ്യമാണ് രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ ഉയർത്തിയത്. അതുപോലെ സർജിക്കൽ സ്ട്രൈക്കിന്റെ കാര്യത്തിലാണെങ്കിലും രാഹുൽ ഗാന്ധി ചോദിച്ചതിന്റെ തെളിവ് തരൂ എന്നാണ്. പാകിസ്ഥാൻ വരെ സമ്മതിച്ച, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ സമ്മതിച്ച സർജിക്കൽ സ്ട്രൈക്കിന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് അതിന് തെളിവ് തരാനാണ് ചോദിക്കുന്നത്. പാകിസ്ഥാനിന് പറ്റിയ നാശനഷ്ടങ്ങളിൽ തെളിവ് ഹാജരാക്കാൻ ഇന്ത്യൻ സർക്കാരിനോട് പറയുകയാണ്. അപ്പോൾ ഇയാൾ എവിടുത്തെ ഒരു വ്യക്തിയാണ്? ഈ വ്യക്തി എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യയുടെ അകത്തെ വ്യക്തിയല്ലേ? ആരുടെ പേരിലാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത്? അത് ജോർജ് സോറോസിന്റെ ഏതെങ്കിലും ബിനാമിയാണോ, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഏതെങ്കിലും വ്യക്തിയാണോ, റെപ്രസെന്റേറ്റീവ് ആണോ ഈ രാഹുൽ ഗാന്ധി എന്ന ചോദ്യം നമ്മൾ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് നാശം വരികയും അതുവഴി ഈ സർക്കാർ തകരുകയും ഇന്ത്യ എക്കണോമി തകരുകയും അതുവഴി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള ഒരു മലർപ്പൊടി സ്വപ്നം കാണുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ പലതവണ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സർക്കാർ ഇവിടെ നിന്നും മാറുമ്പോൾ 2.2 ട്രില്യണിൽ നിന്നുണ്ടായിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഇന്ന് വന്നു നിൽക്കുന്ന 4.17 ട്രില്യൺ, 10ാമത്തെ സ്ഥാനത്ത് നിന്നും ഇന്ത്യ ഇന്ന് 4ാമത്തെ സ്ഥാനത്തിലേക്ക് കടന്നു കയറി കഴിഞ്ഞു. ഇപ്പോൾ ജപ്പാനെ പിന്തള്ളി 4ാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുമ്പോൾ 2027 ആകുമ്പോഴത്തേക്കും ജർമ്മനിയെ പിന്തള്ളിക്കൊണ്ട് 3ാമത്തെ സ്ഥാനത്ത് എത്താൻ പോകുന്ന ഒരു എക്കണോമിയെയാണ്, ഒരു സാമ്പത്തിക രംഗത്തിനെയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് എതിർക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മുടെ പൊതുജനം മനസ്സിലാക്കട്ടെ.